ഓരോ പാപവും ഒരു ബന്ധനവും കൂടി വരുത്തുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പാപവും ഒരു ബന്ധനത്തിന്റെ അനുഭവം കൂടിയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 82ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃപ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5ാമത്തെ യാചനയിലൂടെയാണ് നമ്മളിപ്പം വിചിന്തനമായിട്ട് നീങ്ങുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. 2 ചിന്തകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഒന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ പക്കലുള്ള ക്ഷമായാചന സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും നമ്മൾ കടങ്ങൾ എന്നുള്ള വാക്ക്, തെറ്റുകളിൽ പാപം എന്ന വാക്ക്, ഇത് രണ്ടോട് ഉപയോഗിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ പാപവും ഒരു ബന്ധനവും കൂടി വരുത്തുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പാപവും ഒരു ബന്ധനത്തിന്റെ അനുഭവം കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 8ാമത്തെ അധ്യായം 34ാമത്തെ തിരുവചനത്തില് ഈശോ യഹൂദരോട് സംസാരിക്കും പറയുന്നത് വായിക്കുന്നുണ്ടല്ലോ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പം പാപത്തിനോടൊരു അടിമത്തം സംജാതമാകുന്നു, ഒരു ബന്ധനാവസ്ഥ സംജാതമാകുന്നു എന്നുള്ളതിനെ കുറിച്ച് എവിടെ സൂചന? നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന വ്യക്തി ദൈവത്തെ ഭരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അതുപോലെ മറുവശത്ത് പിശാചിൻ്റെ വാക്ക് അനുസരിക്കുന്ന വ്യക്തി പിശാചിനാൽ ഭരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അതാണ് ദൈവരാജ്യവും മറുവശത്ത് നരകരാജ്യവും. പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 6ാമത്തെ അധ്യായത്തിൽ ഇതേക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 16ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? കണ്ടോ, അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അനുസരണത്തിന്റെ, വചനം അനുസരിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ അടിമകൾ. അവിടെ അടിമ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു അടിമത്തത്തിന്റെ അവസ്ഥയല്ല, മറിച്ച് ദൈവരാജ്യ അനുഭവത്തിന്റെ വശമാണ്. പക്ഷെ നമ്മൾ തന്നെ വശത്തെ അമ്മ ഗബ്രിയേൽ പറയല്ലേ, കർത്താവേ അങ്ങയുടെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നെ ഭവിക്കട്ടെ. ദൈവത്തിന്റെ ദാസിയായിട്ട് തന്നെ താഴ്ത്തി കൊടുക്കുന്നു. ഈശോയെക്കുറിച്ച് തന്നെയും യെശയ്യാ 53 വായിക്കുന്നുണ്ട്, സഹനദാസൻ, എൻ്റെ ദാസനായ ശാഖ ഞാൻ കൊണ്ടുവരുമെന്ന്. 1 സക്കറിയ 3 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോഴും ദാസൻ എന്നുള്ള വാക്ക് അതൊരു പൈശാചികമായ ലോക രീതിയിലുള്ള ഒരു അടിമത്തം, ദാസ്യ അവസ്ഥ അതിനെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് അനുസരിക്കുന്നതിനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരനുഭവത്തിലേക്കാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്താൽ നയിക്കപ്പെടുന്നവരാകും ദൈവത്തിൻ്റെ അടിമ എന്ന് പറയുന്നത്. അത് മനോഹരമായ പുത്രത്വ സ്ഥാനം തന്നെയാണ്. വേറെ ഒരു ദയനീയമായ, ദാരുണമായ, നിസ്സഹായമായ, അടിച്ചമർത്തപ്പെട്ട അവസ്ഥയല്ല. പുത്ര സ്വീകാര്യതയുടെ അവസ്ഥയും സ്ഥാനവുമാണത്. നമ്മൾ റോമാലേഖനം തന്നെ 8ാമത്തെ അധ്യായത്തിൽ 14, 15 വാക്യത്തെക്കുറിച്ച് വീണ്ടും കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷി നൽകുന്ന മക്കളെങ്കിൽ അവകാശികളുമാണ്, ഈശോയ്ക്കൊപ്പം കൂട്ടവകാശികളും. അപ്പം ഇതാണ് 8ാം അധ്യായത്തിലെ ഒരവസ്ഥാനം വീണ്ടും പറഞ്ഞു വരുമ്പോൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നത്. 6ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ അടിമകൾ, നീതിയുടെ അടിമകൾ എന്ന് പറയുന്നത് ഒരു ദയനീയ അവസ്ഥ അല്ലെന്ന് ഞാനൊന്ന് പെട്ടെന്ന് അടിവരിട്ട് പറയുകയായിരുന്നു. അപ്പം ഇവിടെ ആരെയെങ്കിലും അനുസരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടിമയായിട്ട് തീരുന്നു. പിശാചിനെ അനുസരിക്കുന്നതാണ് പാപം. യുദാസന്റെ ഉള്ളില്, മനസ്സില് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ സാത്താൻ പ്രേരിപ്പിച്ചു. അത് യുദാസ് അനുസരിച്ചു.
ഹവ്വയുടെ പക്കല് സർപ്പം പ്രേരിപ്പിച്ചു പഴം പറിച്ച് തിന്നാൻ, അത് ഹവ്വ അനുസരിച്ചു. അപ്പോൾ അവിടെ അടിമത്തം ഉണ്ടായി, പാപത്തിന്റെ അടിമത്തം. ഈശ്വര പക്കല് മരുഭൂമി സർപ്പം പ്രേരിപ്പിച്ചു, ഈശോ അത് അനുസരിച്ചില്ല. ഞാൻ ദൈവത്തെ അനുസരിക്കുള്ളൂ, എഴുതപ്പെട്ട വാക്ക് മാത്രം അനുസരിക്കുള്ളൂ ഈശോ പറഞ്ഞു. അവിടെയാണ് വ്യത്യാസം. അപ്പൊ പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിന്റെ അടിമയായിട്ട് മാറുകയാണ്. ഇവിടെ ഇതേ അധ്യായം തന്നെ യോഹന്നാൻ 6:12 അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർദ്ദ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പാപത്തിന് സമർപ്പിക്കരുത്. പാപം നിങ്ങളുടെ മർദ്ദ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. പാപം ഭരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഇങ്ങനെ പാപത്തിന്റെ പ്രേരണകൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിനെതിരെ പൊരുതേണ്ടി വരുന്ന അനുഭവത്തെക്കുറിച്ചും പൗലോസപ്പോസ്തലൻ തൊട്ടടുത്ത അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ടല്ലോ. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തില് അവിടെ 14-15 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാം. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണെന്ന് തന്നെ അപ്പോസ്തലൻ കുറിക്കുകയാണ്. കാരണം പറയുകയാണ്, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. തോന്നുന്നു പറയുന്നത്, എനിക്ക് നന്മ ഇച്ഛിക്കാൻ സാധിക്കുന്നു, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആ നിസ്സഹായതാവസ്ഥ പറയുകയാണ്. അപ്പം ഇത് പാപത്തിൻ്റെ ഒരു അടിമത്ത അവസ്ഥ. സഭയുടെ മതപരങ്ങൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഉത്ഭവത്തെക്കുറിച്ച് കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ആദ്യ മാതാപിതാക്കളുടെ പാപത്തോടുകൂടി പിശാച് മനുഷ്യരുടെ മേൽ ഒരുവിധത്തിലുള്ള ആധിപത്യം നേടി. അങ്ങനെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന വ്രണിതമായ ബന്ധിതമായ ഒരു പ്രകൃതിയുടെ ഉടമ ആയിട്ട് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. ഇതൊരു പാപത്തിന്റെ പ്രവൃത്തിയല്ല, പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉത്ഭവപാപത്തിൻ്റെത്. അതൊരു ബന്ധിതമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അവസരം പറഞ്ഞത്, എനിക്ക് നന്മ ആഗ്രഹിക്കാൻ പറ്റുന്നു, പക്ഷെ ഇതിൽ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന വെറുക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. എന്നെ ആരോ വലിച്ചെഴിച്ചു കൊണ്ട് പോവുകയാണ്. അത് തൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന പാപമാണെന്ന് പറയുകയാണ് 20-ാം വാക്യത്തില്. അങ്ങനെ ഞാൻ തിന്മ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല, എന്നെ വസിക്കുന്ന പാവമാണ്. പാവം എന്നെ വലിച്ച് എഴിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനത്തില് 1-ാമത്തെ അധ്യായത്തില് പ്രലോഭനത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ആശയം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പങ്കുവെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 14-ാം വാക്യം 1-ാമത്തെ അധ്യായം യാക്കോബിന്റെ ലേഖനം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അങ്ങനെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു പറയുകയാണ്. അപ്പം ഓരോരുത്തരുടെയും ദുർമോഹങ്ങൾ, ദുരാശകൾ അവയാൽ വശീകരിക്കപ്പെട്ട്, അല്ലെ വലിച്ചഴിക്കപ്പെട്ട്, അല്ലെ കെട്ടിവലിക്കപ്പെട്ട്, ബന്ധിക്കപ്പെട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് വലിച്ചഴിക്കപ്പെട്ട് കൊണ്ടുപോകപ്പെടുന്നു. അതിൻ്റെ ഫലമാകട്ടെ പാപവും, അതിൻ്റെ അടുത്ത ഘട്ടമാകട്ടെ മരണത്തിൻ്റെ അനുഭവവും. ഈ ദുർമോഹങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് നമുക്കറിയാം പാപാസക്തി. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ആശാപാശങ്ങൾ എന്നൊരു പ്രയോഗം നമുക്ക് പരിചയമാണ്. ഓരോ ആശയും, ഓരോ ആസക്തിയും, ഓരോ ദുർമോഹവും അല്ലെ മോഹവും ഒരു പാശമാണ്. പാശം എന്നുള്ള വാക്ക് നമുക്കറിയാം, കയറ്, വള്ളി, കെട്ട്, ഏതെങ്കിലും അർത്ഥം അതിനകത്തുണ്ട്. പാശാപാശങ്ങൾ. ഇപ്പോൾ ദുർമോഹങ്ങളാൽ അല്ലെങ്കിൽ ആസക്തികളാൽ കലുഷിതമാക്കപ്പെട്ട പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നവീകരിക്കേണ്ട ക്രിസ്തു നവീകരണ പുതിയ മനുഷ്യ ധരിക്കാൻ അപ്പോസ്തലൻ ഉപദേശിക്കുന്നിടത്തും ഈ ഒരു വശം പറയുന്നുണ്ടല്ലോ. ഓരോ പാപവും നമ്മെ ബന്ധിക്കുന്നു, കെട്ടി നിസ്സഹായമാക്കുന്നു, കെട്ടുവള്ളിയിൽ ചുറ്റിക്കെട്ടുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തില് ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷം ആദ്യമായിട്ട് സ്വന്തം നാട്ടിൽ നസ്രത്തില് സാബത്ത് ദിവസം സിനഗോഗിലെത്തുമ്പോൾ ഏശയ്യയുടെ പുസ്തകം നിലപ്പെടുന്ന രംഗം നമുക്കറിയാം. അവിടെ വായിക്കുന്നു ഏശയ്യ 61-1 മുതലുള്ള വാക്യങ്ങൾ. അത് വായിക്കുമ്പോൾ ഈശോ എടുത്തു പറയുന്നതും ഇപ്പോൾ ഈ വചനങ്ങൾ നിറവേറിയിരിക്കുന്നു എന്ന് പറയുന്നതുമായ വയസ്സ് നമുക്കറിയാമല്ലോ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം,
നൽകാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഈശോ തൻ്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞതും പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ചതും ബന്ധിതർക്ക് മോചനം നൽകുന്ന പ്രക്രിയ ആയിട്ടാണ്. മത്തായിയുടെ സുവിശേഷത്തില് 12-ാമത്തെ അധ്യായത്തില് പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഈശോയെ യഹൂദര് ചോദ്യം ചെയ്യുന്ന രംഗമുണ്ടല്ലോ. അന്ധനും മൂകനുമായ ഒരു പിശാച് ബദനിച്ച് സുഖപ്പെടുത്തി. അപ്പോൾ യഹൂദര് വന്നിട്ട് പറയുന്നു, നീ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഈശോ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവിടെ രാജ്യത്തിൻ്റെ കാര്യം ആരും പരാമർശിച്ചിട്ടില്ല. എങ്കിലും ഈ ബഹിഷ്കരണ ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന് അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വിശദീകരിക്കാൻ ഈശോ ശ്രമിക്കുമ്പോൾ ഈശോ നേരെ രാജ്യത്തെക്കുറിച്ച് പറയുന്നു. അന്തഃഛിദ്രമുള്ള ഏത് രാജ്യം നശിക്കും. രണ്ടാമത് അവിടെ മത്തായി 12:22 വാക്യങ്ങളാണിത്. 25-ാം വാക്യത്തിൽ പറയുന്നു ഏത് രാജ്യം നശിക്കും. 26 പറയും സാത്താനെ ബഹിഷ്കരിച്ചാൽ അവന്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും. ഇപ്പൊ സാത്താൻ രാജ്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ 28-ാം വാക്യത്തില് ദൈവാത്മാവിനെ കൊണ്ട് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കും, ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. 3 സ്റ്റെപ്പായിട്ട് ഏതൊരു രാജ്യത്തെക്കുറിച്ച്, സാത്താൻ രാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്. അങ്ങനെ തൻ്റെ ദൗത്യത്തിൻ്റെ വളരെ ആഴപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഈശോ നൽകുമ്പോൾ തുടർന്ന് ഈശോ പറയുകയാണ് 29-ാമത്തെ വാക്യം, ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ പറ്റുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് ഈശോ തൻ്റെ ദൈവശുശ്രൂഷത്തിൽ പറയുന്നത്, എന്നോട് കൂടെ അല്ലാത്തതിൻ്റെ എതിരാളിയാണ്, എൻ്റെ കൂടെ ശേഖരിക്കുന്നത് ചിതറിച്ച് കളയുന്നു. അപ്പൊ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നവരാണ് മനുഷ്യ മക്കള്. ആ മനുഷ്യ മക്കളെ സാത്താനെ ബന്ധിച്ചുകൊണ്ട് അവനെ ബഹിഷ്കരിച്ചുകൊണ്ട് വീണ്ടെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 13-ാമത്തെ അധ്യായത്തില് സാബത്ത് ദിവസം ഒരു സ്ഥലത്ത് ഈശോ പഠിപ്പിച്ച് ചെല്ലുമ്പോൾ അവിടെ സെനഗോഗില് കൂനിയായ സ്ത്രീയെ കണ്ടെത്തുന്ന നമുക്കറിയാം. 18 വർഷം കൂനിയായിരുന്നു. അവളെ യേശു സുഖപ്പെടുത്തി പിശാചിനെ ഇറക്കി വിട്ടിട്ടാണ്. അപ്പോൾ ആ സെനഗോ അധികാരി അതേപ്പറ്റി ആക്ഷേപം പറയുന്നു. അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഈശോ പറയുന്നു 16-ാം വാക്യം ലൂക്ക 13-ല്, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളെ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചു വിടേണ്ടതില്ലെന്നോ? അപ്പം സാത്താൻ നമ്മളെ ബന്ധിച്ചിടുന്നു. ആ ബന്ധനത്തിന്റെ ഒരു ശാരീരിക തലമായിരുന്നു അവളുടെ ആ കൂനിയായി പോയ, നട്ടില് വളഞ്ഞു പോയ അവസ്ഥ. പക്ഷെ സാത്താന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വഴിതെറ്റിക്കലിലൂടെയാണ്, പാപത്തിലൂടെ. നമുക്കറിയാം സാത്താൻ പാപം ചെയ്യുന്നവനാണ്. അവന്റെ പാപത്തിന്റെ പ്രവൃത്തി നശിപ്പിക്കാൻ ഈശോ ഭൂമിയിലേക്ക് ആഗതനായത്. അപ്പൊ പാപത്തിന്റെ പ്രവൃത്തി വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധനാവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്, അത് പൈശാചിക ബന്ധനത്തിന്റെ അവസ്ഥയാണെന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെയുള്ളൊരു വചന വ്യക്തി എടുക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന അനുഭവവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുക ആവശ്യമാണെന്ന് ഈശോ നിഷ്കർഷിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിന് ആഴപ്പെട്ട വിചാരങ്ങളെ അടുത്ത സെഷനിൽ വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.